പൊറോട്ട അടിക്കാൻ ആളെ വേണോ? തൽക്കാലം എന്റെ ഉണ്ട് ആസാമിൽ നിന്നാവും മതിയല്ലേ, ഇപ്പൊ നമ്മളെ മലയാളികളെ വേണ്ടല്ലേ നമ്മൾ. വെറൈറ്റി പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 24 വെറൈറ്റി പുട്ടാണ്. ദിലീപിന്റെ കട പൊട്ടിക്കോ? പൊറോട്ടയല്ലേ ഏറ്റവും പാടുള്ള ജോലി? ഏറ്റവും പാടുള്ള പണി എന്ന് പറഞ്ഞാൽ പൊറോട്ട തന്നെയാണ്. ലിവർ പെരട്ടാണ് നമ്മളെ ഈ കടയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലിവർ പെരട്ടും ചിക്കൻ തോരനും. ഇതാണ് ഇവിടുത്തെ ബീഫ് പെരട്ടാണ്. ബീഫ് പെരട്ടാണ്. മലയാളികൾ ജോലി ചെയ്യത്തില്ലല്ലോ. ചെയ്യും ചേട്ടാ, ഞാൻ അടിപൊളിയായിട്ട് പണി. തീർച്ചയായിട്ടും ഞാൻ എന്റെ മോനെ പോലെ നോക്കാം. നജീബിന് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. നജീബ് അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കുള്ള കസ്റ്റമർ എൻ്റെ അടുത്ത് വരും. ചേട്ടാ ഇത് എന്തോ മാവ് കുഴക്കുന്നത്? ഇത് പൊറോട്ടയ്ക്കാണ്. പൊറോട്ടയ്ക്ക് എത്ര കിലോ മാവ് ഉണ്ട്? ഇതൊരു 12 കിലോ മാവ് വരും. 12 കിലോ മാവ്. വൈകിട്ട് എത്ര പൊറോട്ട അടിക്കും 12 കിലോ മാവില്? ഒരു 300 പൊറോട്ട. 300 പൊറോട്ട അടിക്കും. 300 പൊറോട്ടയുടെ ചെലവുണ്ട് എല്ലാ ദിവസവും. ഇപ്പോഴും കുഴപ്പമില്ല. 300 അല്ല, ഇപ്പൊ ഇച്ചിരി കൂടുതലുണ്ടാവും. കാരണം നേരത്തെ അവര് 2 കിലോയും തുടങ്ങിയതാണ്. 2 കിലോ തുടങ്ങി. 2 കിലോന്നും 2 കിലോ ബീഫിൽ നിന്നും ഒരു ചെറിയൊരു നാടൻ കോഴിയും തുടങ്ങിയതാണ്. ഇപ്പം കുഴപ്പമില്ല. നമ്മളെ കസ്റ്റമർ, നമുക്ക് ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള കസ്റ്റമർ വരുന്നുണ്ട്. എനിക്ക് പുറത്തുനിന്നല്ല നല്ല ഓർഡർ വരുന്നുണ്ട്. പിന്നെ കഴിക്കാനുള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാലും കുറവാണ്. എത്ര സൗകര്യം കുറവായിരുന്നു, ആൾക്കാർ വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ പൊറോട്ടയുടെ ആദ്യ ഘട്ടമായിട്ട് മാവ് കുഴക്കുകയാണ്. അതെ, ഇതിപ്പോൾ പൊറോട്ടയ്ക്ക് മാവ് കുഴക്കുകയാണ്. നേരത്തെ ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി കഴിഞ്ഞു. ബിരിയാണി നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുകയാണ്. 100 രൂപയുള്ളൂ. 100 രൂപ. അതും ഈ പറഞ്ഞതുപോലെയാണ്. 2 കിലോ ബിരിയാണി തുടങ്ങിയതാണ്. 2 കിലോ ബിരിയാണിയും തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് നല്ല കിലോ ബിരിയാണി പോകുന്നുണ്ട്. ഒരു കുറഞ്ഞ ഒരു 7-8 കിലോ ബിരിയാണിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒരു 2 മണിക്ക് മുമ്പേ അത് കഴിയും. എന്തായാലും ഭക്ഷണത്തിലെ ടേസ്റ്റ് കൊണ്ട് കസ്റ്റമർ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ നമ്മൾ പിടിച്ചു പോകണത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പൊട്ടിയിട്ട് പോവാം. പിന്നെ ഈ പറയും പോലെ ഇതുവരെയായിട്ടും കട തുടങ്ങിയിട്ട് ഏതാണ്ട് 1.25 വർഷമായി. ഇന്ന് വരെയായിട്ടും പഴയ ഫുഡ് കൊടുത്തായിട്ട് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കൊടുക്കാൻ നിൽക്കത്തില്ല. എന്തെങ്കിലും കുറച്ചൊക്കെ ബാലൻസ് വരെയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. കാര്യം അന്നുള്ള ഫുഡ് മാത്രം. ഏത് സാധനമായിരുന്നാലും അവിടെ രാത്രി 11-11:30 വരെയൊക്കെ ഉണ്ടാവും. 11:30 വരെ ഫുഡ് ഉണ്ടാവും. രാവിലെ ഒരു 11 മണിക്ക് തുടങ്ങി രാത്രി 11:30 വരെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് എനിക്ക് 10-10:30 ആകുമ്പം എന്തായാലും തീരും. ഐറ്റംസ് ഒക്കെ ഏതാണ്ടൊക്കെ ഒതുങ്ങും. പിന്നെ രണ്ടാമത് എനിക്ക് വേറെ എടുക്കും. ഞാൻ കോഴിയും കൂടെ എടുത്ത്, അത് നാടൻ കോഴി ആയിരിക്കില്ല. രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധാ കോഴി പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. എനിക്കിവിടെ മെയിനായിട്ട് നാടൻ കോഴിയുടെ ആ ഒരു ഇതാണ്. നാടൻ കോഴിയുടെ ആ കാണുന്നതാണ് നാടൻ കോഴിയുടെ. ഇവിടെ ഇരിക്കുവാണ് നാടൻ കോഴി. ഉരുളിയൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുന്നത്. നമ്മളത്രയ്ക്കും ഒരു കെയർ ചെയ്ത് പോണോണ്ടാണ്. ഒരാളെ ഉള്ള പണിക്ക് കൂടെ? ഒരാളെ ഉള്ളു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ വൈഫ് വരും, അളിയ ഉണ്ടാവും. എല്ലാവരും കൂടെ അപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങ് കാര്യങ്ങൾ മുമ്പോട്ടങ്ങ് പോകും. ഇതെടുത്ത് തൂക്കിക്കോ. ആളുടെ പേരെന്തോന്നാണ്? ഇത് അജ്മൽ ഖാൻ. അജ്മൽ ഖാൻ. 3 വർഷമായി. 3 വർഷമായി നമ്മളെ ഈ കേരളത്തിൽ 3 വർഷമായി. പുള്ളി 3 വർഷം കൊണ്ട് മലയാളം പഠിച്ചെടുത്തു കേട്ടോ. മലയാളം പഠിച്ചെടുത്തു. അതെന്തായാലും പുള്ളിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പണിയൊക്കെ ചെയ്യൂ? പണിയൊക്കെ അറിയാം. അടിപൊളിയായിട്ട്. പണി നമ്മളെ കൂടെയല്ലേ നിൽക്കുന്നത്. നമ്മൾ ഈ പറയും പോലെ നമ്മളെ കൂടെ സ്റ്റാഫ് അല്ല അത്. ഞാൻ സ്റ്റാഫായിട്ടല്ല നോക്കുന്നത്. നമ്മളെ സ്വന്തം അനിയനെ കണക്ക് തന്നെ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മോനെ പോലെ നോക്കും. എൻ്റെ മോൻ്റെ പ്രായമല്ലേ ഉള്ളു. ആള് അത് അടിപൊളിയാണ്. ജോലി പക്ക. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തോളൂ. പൊറോട്ട അല്ലേ ഏറ്റവും പാടുള്ള ജോലി? പൊറോട്ട അടിച്ചെടുക്കുക ഏറ്റവും പാടുള്ള പണി എന്നുള്ള പൊറോട്ട തന്നെയാണ്. പൊറോട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓരോ സമയത്തായിട്ട്. തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ഇനിയിപ്പം ഈ മാവ് തട്ടി ഇതിനെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതേപോലെ നല്ല പരുവാക്കി എടുത്ത് പിന്നെ അതിനെ ബോൾ പിടിച്ച് അതിനെ വീശി പിന്നെ സെറ്റ് ചെയ്ത്. ചുമ്മാ അല്ല, പൊറോട്ട മാസ്റ്റർ എന്ന് പറഞ്ഞ തന്നെ ഒരാളെ അല്ലേ? പണിയുണ്ട്, അത്രയ്ക്ക് ഒരു പണിയുണ്ട്. ചേട്ടാ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ മൊത്തത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ഹോട്ടൽ ഫീൽഡ്? ഞാൻ ഹോട്ടൽ ഫീൽഡ് തുടങ്ങിയിട്ട് ഒരു 5 വർഷമേ ആവത്തുള്ളൂ. 5 വർഷം. ഇതൊക്കെ എങ്ങനെയാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത്? ഇല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ കൈക്കൊന്നും അല്ലല്ലോ, നമ്മളെ കയ്യിലൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് മാസ്റ്റർ ഇല്ല. ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത. ഞാൻ ഇത് കണ്ട് പഠിച്ചാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി എന്ന് പറയുന്നത് ടീ സ്റ്റാളിൽ ടീ മാസ്റ്ററാണ്. ടീ മാസ്റ്ററാണ്. സ്നാക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിന്ന് ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് പഠിച്ച് പിന്നെ ദൈവസഹായം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നല്ല രുചിയോട് തയ്യാറായി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മളെ ഈ കൈപ്പുണ്യമാണെങ്കിലും ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ദൈവം കൂടി തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും. അത്രേ ഉള്ളൂ. നമുക്ക് ദൈവത്തിന്റെ ഇതാണല്ലോ, നമ്മളതിൽ ഒന്നും അല്ലല്ലോ. പൊറോട്ട അടിക്കാൻ ആളെ വേണോ? തൽക്കാലം എന്റെ അനിയുള്ളതുകൊണ്ട് എന്റെ മോണ്ട് അങ്ങനെ ആസാമിൽ നിന്നാവും മതിയല്ലേ. ഇപ്പൊ നമ്മളെ മലയാളികളെ വേണ്ടല്ലേ നമ്മൾ? ഇല്ല, വേറൊരു കാര്യമുണ്ട്. മലയാളികൾ ജോലി ചെയ്യത്തില്ലല്ലോ. ചെയ്യും ചേട്ടാ, ഞാൻ അടിപൊളിയായിട്ട് പണി. മലയാളികൾ എന്ന് പറഞ്ഞാലേ അയാൾക്ക് ഒരു ആഴ്ചയിൽ 6 ദിവസം ജോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 4-5 ദിവസം ലീവാണ്. പക്ഷേ ഈ
ബംഗാളികളാന്ന് പറയുമ്പം അവര് പണി എടുക്കാൻ വരുന്നവരാണ്. മാന്യമായിട്ട് ശമ്പളവും കിട്ടി മാന്യമായിട്ട് ഫുഡും കിട്ടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ പണി എടുത്തിരിക്കും. ഞാൻ പുള്ളിക്ക് മാന്യമായിട്ടുള്ള ശമ്പളവും ഫുഡും കൊടുക്കുകയാണ്. നജീം 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 ഇത്രയും നേരം അജ്മൽ എന്ന് പറഞ്ഞത് നജീം നജീം എന്നാണ്. ഈ പൊറോട്ട ഉരുട്ടി മാറ്റി കഴിഞ്ഞാൽ അടുത്ത പൂരി തുടങ്ങും. പാത്രം കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഐറ്റം പൊറോട്ടയാണോ പൂരിയാണോ? പൊറോട്ടയാണ്. പിന്നെ ഈ പറയും പോലെ നമുക്ക് മെയിനായിട്ട് പുട്ടും പെരട്ടുമാണ്. പുട്ടും പെരട്ട് ഇപ്പം പുട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു പുട്ടും ഒരു നാടൻ കോഴി പെരട്ടാണോ? ഇത് നാടൻ കോഴി, പ്യുവർ നാടനാണ്. നമുക്കിവിടെ കലർപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് നാടൻ കോഴി ഇപ്പം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, 7 ഒരു 8 മണിയൊക്കെ ആകുമ്പം തീരും, കംപ്ലൈൻറ്റ് തീരും. പിന്നെ രണ്ടാമത് പിന്നെ നാടൻ കോഴി കിട്ടത്തില്ല. പിന്നെ സാധാ പെരട്ടാണ് ഏറ്റവും ഡിമാൻഡ്. നാടൻ കോഴി പെരട്ട് തന്നെയാണ്. നാടൻ കോഴി പെരട്ട്. പിന്നെ എനിക്ക് ലിവർ പെരട്ടുന്ന ഒരു സാധനമുണ്ട്. കോഴിയുടെ ഇതല്ല, ലിവർ അതാണ്. തുറന്നു നോക്കട്ടാ? ഓ, ധൈര്യമായിട്ട് തുറന്നു നോക്കിക്കോളൂ. അതിനെന്തോ വീഡിയോ കാണിക്കട്ടല്ലേ? അത് ലിവർ പെരട്ടാണ്. ലിവർ പെരട്ട്. അത് രസമുണ്ടല്ലേ, കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. നമ്മൾ ഈ കടയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലിവർ പെരട്ടും ചിക്കൻ തോരനും. ലിവർ പെരട്ടും ചിക്കൻ തോരനും നാടൻ കോഴി പെരട്ടുമാണ്. നാടൻ കോഴി പെരട്ട് അത് മെയിനാണ്. ഈ ചിക്കൻ തോരൻ എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം. ചിക്കൻ തോരൻ. ഇതാണ് ചിക്കൻ തോരൻ. പുള്ളിക്കാർ ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുവാണ്. ചിക്കൻ തോരനാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇത് വന്നിട്ട് ബീഫാണ്. ബീഫ് പെരട്ടാണ്. ബീഫ് പെരട്ടാണ്. അധികം ഗ്രേവി ഇല്ലാത്ത പെരട്ടി എടുക്കുന്ന സാധനമാണ്. അധികം ഗ്രേവി മസാല ഒന്നും ചേർക്കാത്ത നല്ല രീതിയിൽ ഒരു ടേസ്റ്റ് ആയിട്ട്, അതായത് ഇന്ന് മേടിക്കുന്ന ആള് നാളെയും ഒന്ന് മേടിക്കണം എന്നുള്ള രീതിയിൽ ടാർഗറ്റ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം വരുന്ന കസ്റ്റമർ പിന്നെ പോകാൻ പാടില്ല, ഒരിക്കലും ഇല്ല. ആ കസ്റ്റമറാണ് നമുക്ക് കണ്ടിന്യൂട്ട് വരുന്നോണ്ടിരിക്കുന്നത്. അതിപ്പം ബിരിയാണി ആയാലും ശരി, മറ്റുള്ള ഏത് ഫുഡ് ആയാലും ശരി തന്നെയാണ്. ഇന്ന് മേടിക്കുന്ന ആൾ നാളെയും പറഞ്ഞു. ആ ഒരു ഉദ്ദേശത്തോടുകൂടി തീർച്ചയായിട്ടും അതേ ഉള്ളൂ. അവർ പിന്നെയും വരുന്ന രീതിയിൽ അത്രേ ഉള്ളൂ. അതായത് നമുക്ക് ലാഭം കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇന്നത് കൊടുത്താൽ മതി എന്നുള്ള അങ്ങനെയൊന്നും. ഇതെടുത്ത് എന്തോ ഐറ്റമാണ്? ഇത് ചിക്കൻ ഫ്രൈക്കുള്ളതാണ്. ചിക്കൻ ഫ്രൈ. അതിന് ഫ്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, ഓർഡർ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് കുറച്ചിടും. അത് ഇങ്ങനെ ചൂടോടെ ഓരോ വരുന്നതോറും അല്പം വെയിറ്റ് ചെയ്ത് ആൾക്കാർ വാങ്ങും. കാരണം കൊടുക്കുന്ന സാധനം ചൂടോടെ കൊടുത്ത് അവർക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും കഴിക്കാനും രുചിയാണ്. ഞാൻ കുറേശ്ശെ ഉണ്ടാക്കത്തുള്ളൂ. ഫസ്റ്റ് ചെറുതായിട്ട് ചെറിയ രീതിയിൽ കൊടുത്ത് ചൂടോടെ ഇങ്ങനെ ആൾ വന്ന് വെയിറ്റ് ചെയ്യും. പക്ഷെ ഇതുവരെയായിട്ട് ഒരു കസ്റ്റമറും എൻ്റെ അടുത്ത് നിന്ന് അതല്ലെങ്കിൽ സമയം താമസിച്ചു പോകും, ലേറ്റായി പോകുന്ന പോയിട്ടില്ല. വെയിറ്റ് നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് പേരാക്കി. തീർച്ചയായിട്ടും ഞാൻ അതിന് ആ ഒരു പേരാക്കി എടുത്തിട്ടുണ്ട്. അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ്. കാരണം എങ്ങനെ അത് ഏത് രീതിയിൽ നമ്മൾ ഇപ്പം വ്യാഖ്യാനിച്ചാലും ഞാനത് അത്രയ്ക്കും ജനങ്ങളെ ഞാൻ അത് കൊടുത്ത് സാധനം നമ്മൾ കൊടുത്ത് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തി അവരെ നമ്മൾ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് തന്നെ. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ്. പുട്ട് അപ്പോഴും ചൂടോടെ അവിച്ചെടുക്കുവാണോ? പുട്ട് ഉണ്ടാക്കി വെക്കത്തില്ല. ഞാൻ അടുപ്പിൽ വെച്ചേക്കും, കുത്തി വെച്ചേക്കും. 2 പുട്ട് ഞാൻ അതിൽ ഫില്ല് ചെയ്ത് വെക്കും. അത് ആവി വന്നുകൊണ്ടിരിക്കും. ആൾ വരുമ്പോഴത്തേക്ക് അപ്പോഴേ ചൂടോടെ എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കും. കഴിക്കാനാണെങ്കിൽ ചൂടോടെ കൊടുക്കും. നാടൻ കോഴി പെരട്ട്. യഥാർത്ഥം പറഞ്ഞാൽ മല്ലിയിലയുടെ ആവശ്യമില്ല. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി അത് ഇട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും അതും ചെറിയൊരു ഫ്ലേവർ അതും ഉണ്ടാവും. പക്ഷെ ഈ പറയുമ്പോൾ നാടൻ കോഴിക്കൊന്നും അത് വേണ്ട. നാടൻ കോഴി പെരട്ടുന്നതിൻ്റെ ആവശ്യമില്ല. നാടൻ കോഴി തന്നെയാണ് രുചി. തീർച്ചയായിട്ടും അതിൻ്റെ മസാല ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അല്ല, പല കടകളിലും പാത്രങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ അത്രയ്ക്ക് കൊടുക്കാത്ത രീതിയിൽ കാണാറുണ്ട്. നമുക്കത് ഒരു പാത്രം കുറ്റം പറയാൻ പറ്റില്ല, അത്രത്തോളം നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഈ പറയും പോലെ എപ്പോഴാണ് നമുക്ക് ഈ ഫുഡിന്റെ ആൾക്കാരൊക്കെ വരുന്നെങ്കിൽ തിരുവനന്തപുരം മേയർ വരെ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കണം. വെള്ളം പോലും ചൂടോടെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതും ചൂടാക്കി നോക്കാം, വെറും വെള്ളം ചൂടാക്കിയല്ല, ജീരകം അല്ലെന്നുണ്ടെങ്കിൽ പതിമുഖം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് ഞാൻ വെള്ളം ചൂടാക്കി തിളപ്പിച്ച് കൊടുക്കും. ഇനി അടുത്ത് ഇവിടെ ചിക്കൻ ഫ്രൈ പൊരിച്ചുകൊണ്ടിരിക്കും, ഇവിടെ പൂരി ഉണ്ടാകും. ചെറിയ കടയാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പക്ഷേ എല്ലാ അടുക്കും ചിട്ടയിൽ കൊണ്ടുപോകുന്നു. സ്ഥല പരിമിതി കുറവാണ്, വളരെ കുറവാണ്. കാരണം ഒരു 2-3 കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ നെങ്കിയൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. 4-5 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പ് പോലും നിന്നായാലും അവർ കഴിച്ചിട്ടേ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് പോകത്തില്ല. ഈ പയ്യ അവിടെ നിന്ന് ബോൾ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നീട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, 4 സൈഡിലും പണിയാണ്. ബേക്കിൽ പൊറോട്ട, ചിക്കൻ ഫ്രൈ. സ്വപ്പം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. സുഹൃത്ത് നേരത്തെ പറഞ്ഞ പോലെ
സംസാരിക്കാൻ സമയം കിട്ടൂല. അതെനിക്കറിയാം. മാക്സിമം നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്നും അല്ലെങ്കിൽ ബാലരാമപുരത്ത് നിന്ന് കാട്ടാക്കടയിലേക്ക് പോകുമ്പോഴത്തേക്ക് തൂങ്ങാമ്പറ, അതായത് തൂങ്ങാമ്പാറ കാട്ടാക്കടയ്ക്ക് മുമ്പായിട്ട്, കാട്ടാക്കടയ്ക്ക് തൂങ്ങാമ്പാറ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ വന്നിട്ട് കാട്ടാക്കടയാണ്. ചേട്ടന്റെ പേരെന്താണ്? പേര് സുധീറാണ്. സുധീർ ചേട്ടൻ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. കട തുറക്കുന്ന 9 മണിക്ക് തുറക്കും. 11 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് ഫുഡൊക്കെ ആവും. ആദ്യം ബിരിയാണിയാണല്ലേ? ബിരിയാണി, ഇടിയപ്പം, ചിക്കൻ കറി. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമുണ്ടാവുന്നത് ബീഫ് ഉണ്ടാവും. ബീഫ്, ചിക്കൻ തോരൻ. അത് കഴിഞ്ഞ ഉടനെ പിന്നെ ലിവർ പെരട്ടാവും. ലിവർ പെരട്ടാവും. അത് കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്ത് വരുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ അങ്ങനെ പ്രധാനമായിട്ടും വൈകിട്ട് ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടാണ് മെയിനായിട്ട്. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം കംപ്ലീറ്റ് എല്ലാം അപ്പോഴത്തേക്ക് പൊറോട്ടയാവും, പൂരിയാവും, പുട്ടാവും. നാടൻ കോഴി പെരട്ടനാണ് ഡിമാൻഡ്. നാടൻ കോഴി ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ മൂവിങ് എന്ന് പറയുന്നത് നാടൻ കോഴി പെരട്ടാണ്. നാടൻ കോഴി പെരട്ട്. നജീബിന് ഞാൻ പുതിയൊരു കട തുടങ്ങുമ്പോൾ കൊണ്ടുപോട്ടാ പൊറോട്ട അടിക്കാൻ? തീർച്ചയായിട്ടും. നജീബിന് വരാൻ താല്പര്യമാണെങ്കിൽ നജീബിന് നമ്മൾ ബോണസ് കൊടുക്കും, ശമ്പളം കൊടുക്കും. പക്ഷെ എന്നെ ചതിക്കല്ലേ, നിങ്ങളെ ചതിക്കാൻ നിങ്ങളോട് പറയണ്ടല്ലേ ചെയ്യണം. നജീബിന് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല, നജീബ് മാമായ വിട്ട് വരത്തില്ലെന്നാ പറയുന്നത്. നജീബിന് നമ്മളൊരു കട അടയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ ചാക്കിട്ട് പിടിച്ചോണ്ട് പോകും. പ്രത്യേകിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ബോർഡിൽ ഇല്ലാത്ത ഐറ്റംസും ഉണ്ട്. കൊത്തു പൊറോട്ട ഉണ്ട്. പിന്നെ ചില്ലി ചിക്കൻ നമുക്ക് അതൊന്ന് തയ്യാറാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ ബീഫ് ചില്ലി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. വെറൈറ്റി പുട്ടുണ്ട്. വെറൈറ്റി പുട്ടുണ്ട്. ദിലീപിന്റെ കട പൊട്ടിക്കോ? വെറൈറ്റി പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാരറ്റ് പുട്ടുണ്ട്, ക്യാരറ്റ് പുട്ട്, പൈനാപ്പിൾ പുട്ട്, മരിച്ചിനി പുട്ട്, ചമ്പ പുട്ട്, റാഗി പുട്ട്, അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ മെയിനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് മാത്രമാണ് ഈ ഐറ്റങ്ങളൊന്നും ഇപ്പം നിലവിലില്ലാത്തത്. പക്ഷെ അത് ഒന്നുകൂടെ ഒന്ന് വിപുലീകരിച്ചിട്ട് ആ ഐറ്റംസ് ഒന്ന് കൂട്ടാനുള്ള പരിപാടിയാണ്. അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ തീർച്ചയായിട്ടും വേറൊരു കട സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ ഈ തൂങ്ങാമ്പറ തന്നെയാണ് വേറെ കടയും കൂടെ കുറച്ച് സൗകര്യം കൂടുതലുള്ള, അതെ, കുറച്ച് സൗകര്യമുള്ളൊരു കട എടുത്തിട്ട് അവിടെയും നമ്മളെ എൻ്റെ കൈപുണ്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് ഉണ്ടാക്കി പോവുക. നാടൻ കോഴി പെരട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കും? നാടൻ കോഴി ഫുള്ള് 200 രൂപയാണ്. ഹാഫ് വന്നിട്ട് 120 രൂപയാണ്. ലിവർ വന്നിട്ട് ഫുള്ള് 200 രൂപയാണ്. ഹാഫ് 100 രൂപയാണ്. പിന്നെ ചിക്കൻ തോരനും അതേ റേറ്റ് തന്നെയാണ്. ഹാഫ് 120, ഫുള്ള് വന്ന് 200 രൂപയാണ്. പക്ഷേ ഇതിനെല്ലാത്തിനും ക്വാളിറ്റി ഉണ്ടാവും. നമുക്ക് ക്വാണ്ടിറ്റി ഒട്ടും കുറയ്ക്കത്തില്ല. കാര്യം ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉള്ളതല്ലേ ആൾക്കാർ പോകത്തുള്ളൂ. അതെ, തീർച്ചയായിട്ടും. ചിക്കൻ ഫ്രൈ അതേ റേറ്റ് തന്നെയാണ്. ഹാഫ് 120, ഫുള്ള് 200 രൂപ. പുട്ടിൽ തന്നെയാണ് 24 വെറൈറ്റി പുട്ടാണ്. 24 വെറൈറ്റി പുട്ട് നമുക്ക് കഴിക്കാം. ഇപ്പം ചിക്കൻ തോരനിൽ നമുക്ക് പുട്ടടിക്കാം. ചിക്കൻ തോരൻ ഇടയ്ക്ക് ഫില്ലിങ് വരും. നമുക്കിപ്പം തേങ്ങ വെക്കുന്നില്ലേ, ആ തേങ്ങ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കത് തോരൻ. അതുപോലെ തന്നെ ബീഫ് പുട്ട് വരും. ബീഫിൻ്റെ ചിക്കൻ്റെ പുട്ട് വരും. ചിക്കൻ പുട്ട്, ബീഫ് പുട്ട്, അങ്ങനെ നമുക്ക് ഈ പെരട്ടി തന്നെയാണ് നമുക്ക് ആഡ് ചെയ്ത് പുട്ടാക്കി കൊടുക്കാം. ഒരുപാട് വെറൈറ്റി 24 വെറൈറ്റി പുട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മലക്കറിയിൽ ഏത് മലക്കറി നമ്മളിപ്പം ഏത് വെജിറ്റബിളിൽ നമുക്ക് പുട്ടടിക്കാം. അത് കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. ചേട്ടാ ഇതെല്ലാം പരീക്ഷിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുമാതിരി ശരിയൊക്കെ അറിയാം. പിന്നെ ഈ കൂടുതൽ വലിയ ഒന്നുമല്ല എങ്കിലും നമ്മൾ മാന്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആൾക്കാർ എന്ത് ആവശ്യപ്പെടുന്നു ആ സാധനം നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. തീർച്ചയായും അത് പറ്റിയെന്ന് ഇതേപോലെ വീഡിയോ എടുക്കാൻ വന്നിട്ട് അത് നമ്മളെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കടയിൽ നിന്ന് തുടങ്ങിയതാണ്. ചെറിയ വളരെ ബുദ്ധിമുട്ടി, അതായത് കച്ചവടമൊന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടി ഞാൻ ഒരു ചെറിയ തട്ട് പോലെ തുടങ്ങി. ഒരു 2 കിലോ മാവിൻ്റെ പൊറോട്ട അടിച്ച് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, മറ്റാരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക് 2 കിലോ മാവ്, ഒരു ചെറിയൊരു കോഴി, ചെറിയൊരു നാടൻ കോഴി ഇങ്ങനെ എടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ മറ്റുള്ള ചെറിയ കടകൾക്കൊന്നും ഒരു ഭീഷണി പോലെ. കാരണം ബിസിനസ്സുകൾ കുറഞ്ഞ് നമുക്ക് ബിസിനസ് കൂടുമ്പോഴത്തേക്ക് ഒരു സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ അവരൊക്കെ ചേർന്ന് അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഇങ്ങനെ ആസൂത്രണം ചെയ്തു. അങ്ങനെ ഒരു അപകടം പറ്റി. ഇങ്ങനെ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളയക്കുകയും നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുകയും അവരതിനെ വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെ വീഡിയോ ചിത്രീകരിച്ച് അങ്ങനെ കൊടുക്കുകയും നമുക്കൊരു എന്നും പറഞ്ഞുകൊണ്ട്
എനിക്ക് കച്ചവടം ആ ഒരു വീഡിയോ പോയി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കച്ചവടം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. കാര്യം എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് എനിക്ക് വരുന്ന കസ്റ്റമറാണ്. മറ്റവരുള്ള ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് നീ എന്ത് വന്നിരുന്നാലും കസ്റ്റമർ എന്തെങ്കിലും ഞാൻ കൊടുക്കുന്ന ഫുഡിൽ എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലായ്മയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നാൽ കസ്റ്റമർ ധൈര്യമായി എൻ്റെ അടുത്ത് പറയാം. ഞാൻ അതിനെ പരിഗണിച്ച് ഞാൻ അടുത്ത പ്രാവശ്യം നന്നാക്കി നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഈ കടയുടെ വിജയം. തീർച്ചയായിട്ടും. കടയ്ക്ക് പേരുണ്ടോ ചേട്ടാ? പുട്ടും പരട്ടുമാണ്. തൂങ്ങാമ്പാറയിൽ പുട്ടും പരട്ടും. തൂങ്ങാമ്പാറയിലെ പുട്ടും പരട്ടും. ഈ ഒരു കടയുള്ളൂ ഇവിടെ. തൂങ്ങാമ്പാറ ഒരു കടയുള്ളൂ. നമ്മൾ കോപ്പി അടിച്ച് വേറൊരു കട തുടങ്ങിയിട്ടുണ്ട്. പുട്ടും പരട്ടൊന്നും പറഞ്ഞു. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു. അത് കാട്ടാക്കടയല്ലേ? ഇവിടെ ബാധിക്കത്തില്ലല്ലോ, ഇവിടെ വരുന്നവർ ഇവിടെ. ഇവിടെ തുടങ്ങിയിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കുള്ള കസ്റ്റമർ എൻ്റെ അടുത്ത് വരും. പുട്ടിനി അടുത്ത് സൂര്യ കഴിഞ്ഞിട്ട് പുട്ട് ഇല്ല, ഞാൻ പുട്ട് വയ്ക്കാൻ പോകും. ഇപ്പം എന്തായാലും കണ്ടതിൽ സന്തോഷം. തീർച്ചയായിട്ടും. ഭക്ഷണം നല്ല സീരിയസ് ആയിട്ട് വൃത്തിയിൽ തയ്യാറായി കൊടുക്കുന്ന ഒരാളെ പരിചയപ്പെട്ടാൽ നമുക്ക് വലിയ സന്തോഷം. മനസ്സറിഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത്. അത് നമുക്ക് കണ്ടതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഉണ്ടെങ്കിലേ ഇതുവരെ വലിയ കുഴപ്പമില്ല. ഇനി മേലെങ്ങനെയാണെന്നായിട്ട് എനിക്കറിയില്ല. ഈ സമയം വരെ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാരണമാണ് ഞാൻ വലിയ ലാഭത്തിലല്ല ബിസിനസ് ചെയ്യുന്നത്. വലിയ ലാഭത്തിലല്ല, നമുക്കൊരു പണിക്കൂലി കിട്ടുന്ന രീതി. എനിക്ക് ഈ പറയും പോലെ എൻ്റെ കുടുംബം കഴിഞ്ഞു പോകണം, എൻ്റെ ചിലവും കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നടന്നു പോകണം. നജീബിനും കിട്ടുന്ന ഒരു ശമ്പളം നജീബിനും കിട്ടും, എനിക്ക് മറ്റൊന്നും കിട്ടണ്ട. പിന്നെ കടവാടകയും കൊടുക്കണം, എനിക്ക് അത് മാത്രം കിട്ടിയാൽ മതി. ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുത്ത് ഉള്ളൊരു കാര്യങ്ങൾ നടന്നിട്ടാണ്. വലുതായിട്ട് എനിക്ക് ഓവറായിട്ട് ലാഭം കിട്ടണം. ഞാൻ എല്ലാ ഐറ്റംസും മസാലയും ചേർത്താണ് ഉണ്ടാക്കുന്നത്. എല്ലാ മസാലയും ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഇറച്ചിയിൽ ചേർക്കാൻ ഒരു മസാല ഇല്ല, ഇങ്ങനൊരു മസാല കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാ ഐറ്റവും ഇവിടെ മസാലയും അതിന് സ്റ്റോക്ക് ഉണ്ട്. ചേർക്കേണ്ട ഐറ്റംസ് എല്ലാം പൂർണ്ണമായിട്ടും വരുത്താറില്ല, ഒരു കുറവും വരുത്താറില്ല. ചേർക്കുന്ന സാധനം ഇറച്ചിയിൽ എന്തൊക്കെ ചേർക്കാറുണ്ടോ അത്രയും ഐറ്റംസ് ചേർത്ത് ഞാൻ ഉണ്ടാകും. ഒരു പൂർണ്ണമായ ഒരു രുചി കിട്ടും. അതിലാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ഭക്ഷണം തേടി പിടിച്ച ആൾക്കാർ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നജീബിനെ കൊണ്ടുപോകാൻ പറ്റൂല? നജീബ് പോകുന്നുണ്ടോ? നജീബെ ഹോട്ടൽ തുടങ്ങിയിട്ട് വിളിച്ചാൽ വരുമോ? നജീബ് വരൂലേ? നജീബിന് ശമ്പളം തരും, ബോണസ് തരും, വർഷത്തിൽ ഒരു മാസം നാട്ടിൽ പോകാനുള്ള ലീവ് തരും, ഫ്ലൈറ്റ് ടിക്കറ്റ് തരും നാട്ടിൽ പോകാൻ. നജീബ് വരൂലെന്ന്. നജീബിനെ സ്വന്തം മോനെ പോലെ നോക്കിയാൽ പിന്നെ നജീബ് എങ്ങനെ വരണത്? നജീബിന് ഇവിടുന്ന് ഏതെങ്കിലും അല്ലല്ല, നജീബിന് അവിടെ ആളുണ്ട്. അവിടെ ആളുണ്ടല്ലേ തന്നെ നജീബേ?